സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് നാട്ടുകാർ ഇട്ടിരിക്കുന്ന വില എത്രയാണ്? എ 50 ലക്ഷം, ബി 1 കോടി, സി 3 കോടി. ചേട്ടൻ പറഞ്ഞോളൂ. എൻ്റെ ഓർമ്മ അനുസരിച്ചാണെങ്കിൽ 2-3 കോടിയാണ്. 2-3 കോടി. അപ്പം സി 3 കോടി. 3 കോടി. 3 കോടി ഞാൻ എടുത്തിട്ട് പൂട്ടി ഇരിക്കട്ടെ. ജീവിതത്തിൽ എത്ര കോടികൾ വേണം എന്നാണ് ആഗ്രഹം? അങ്ങനെ വലിയ അത്യാഗ്രഹങ്ങളില്ല. പിന്നെ എന്താണ് ജീവിതത്തിലെ ആഗ്രഹം? ഒരു വലിയ വീട് വെക്കണം? ഇല്ല, അങ്ങനെ വീട് വെക്കണം, പൈസ ഉണ്ടാക്കണം എന്നല്ല, പക്ഷെ ബെറ്റർമെന്റ് ആയിരിക്കണം. നമ്മുടെ ഓരോ ഡേ ബൈ ഡേ എന്ന് പറയുന്നത് ഇന്നത്തേക്കാളും നന്നായിട്ട് ജീവിക്കാൻ നാളെ സാധിക്കണം. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, എല്ലാ വിധത്തിലും. പിന്നെ വലിയൊരു കാറ് വാങ്ങിക്കണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് നല്ലതായിരിക്കണം. ഇനി സിനിമയിൽ അഭിനയിക്കണം എന്ന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. അതിന് എനിക്കൊരു കുഴപ്പമില്ല. അതെന്താ? അത് എനിക്ക് എന്തൊരു പ്രശ്നമില്ല. അല്ല, സിനിമയിൽ അഭിനയിച്ചപ്പോഴല്ലേ കല്യാണം കഴിച്ചത്? അതെന്താ അങ്ങനെ? ഒരു സിനിമാ നടിയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇല്ല? കൂടെ കാണിക്കാറുണ്ടോ? ഇല്ല. ഞാനൊരു നടിയാണെന്നുള്ള, ഞാൻ വിജയുടെ കൂടെ അഭിനയിച്ചു, ഞാൻ ധനുഷിന്റെ കൂടെ. ഇല്ല, അങ്ങനെയൊന്നും കാണിക്കാം. ഇല്ല. സത്യം പറയുന്നു. വിശ്വസിക്കാം അല്ലേ? ശശിയാണ് വേറെന്തോന്ന് പറഞ്ഞു. നന്നായിട്ട് എഴുതുമല്ലേ? കുഴപ്പമില്ല സാർ. എന്തോ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തോ? ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് പേര്? സാർ ആന്തോളജി സീരീസ് ആയിരുന്നു. അതിനകത്ത് ഒരു സ്റ്റോറി ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി പോലത്തെ സാധനമാണ്. പിന്നെ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. അച്ഛൻ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മരിച്ചു. ഇപ്പം ചേച്ചിയാണ്. ചേച്ചി പിന്നെ ഫാമിലി. ഞങ്ങളെല്ലാരും ഒരു കോമ്പൗണ്ടിലാണ്. വീട് ബേസിക്കലി ജോയിന്റ് ഫാമിലി ആയിട്ടാണ്. 2 വീട്. നല്ല രസമാണ്. അതെ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെയാണ് നമുക്ക് ആരെയും കാണാൻ പറ്റില്ല, തൊട്ടടുത്ത അയൽവക്കത്ത് പോലും കാണാൻ പറ്റില്ല. അപ്പം ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. വൈകുന്നേരം ആകുന്ന അറിയത്തില്ല. അല്ല, ഇപ്പൊ കൂടിയായാലും കുഞ്ഞുങ്ങളെ ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് ആക്കിയിട്ട് വന്നത്. അമ്മയ്ക്ക് മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. 2 പേരുണ്ട്. അപ്പൊ 3 കോടി അല്ലേ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ദൃശ്യം. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല, അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്, താമസം എന്റെ കൂടെയാണ്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങളിങ്ങനെ പൂജ ചെയ്യും? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്നാ പറഞ്ഞേ. ഈ ദൃശ്യത്തിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പൂജാരിയോട് പറയുന്ന വേർഷൻ എത്രയാണ്? എ 2.0, ബി 2.5, സി 5.25. ഞാൻ പറയാം 5.25. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. കോൺഫിഡന്റ് ആണല്ലോ? അതെ, കോൺഫിഡന്റ് ആണല്ലോ? 5.25 ആണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു ഗംഭീര എക്സ്പ്രഷനോടുകൂടി ഒരു പാട്ട് ഞങ്ങൾ ഇട്ടുതരും. നിങ്ങൾ രണ്ടുപേരും കൂടെ വളരെ ഇഴുന്ത്, അല്ലെ തമിഴിലെന്താ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ഇഴുകി ചേർന്ന് അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കണം. ഓക്കെ, അതായത് വീണ്ടും പോവൂ പുറകോട്ട് ഒരു 7 വർഷം. റെഡി? സോങ് പ്ലീസ്. அண்ணன் ஏஞ்சலுக்கு ஒரு சோக்கா உசார் பண்ணிட்டு கிளம்புறாரு. பேக்கு மாரி பேசாரா? ஏஞ்சல் தான் அண்ணன் உசார் பண்ணி. உனக்காக வாழ நினைக்கிறேன், உசுரோட வாசம் பிடிக்கிறேன், புடவா மடிக்கையில் உன்னதான் மடிக்கிறேன், ஒரு 100 வருஷம் பேச நினைச்சு தோளில் தூங்கிடுவேன். உனக்காக உனக்காக
അരവിന്ദ് കണ്ട പോലൊന്നും അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് തോന്നിയ എന്താണെന്നറിയോ, ഇനി നമ്മുടെ ക്ലിനിക്കിൽ ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പല്ലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ആ പാട്ടാവും ഉനക്കാകെ ഒന്ന് ഡിസ്കൗണ്ട് കിട്ടും. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. എനിക്ക് എന്താണ് അരവിന്ദ് ഇങ്ങനെ ഇത്ര ലിപ്പ് കറക്റ്റ് ആയിട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞു. അങ്ങനെ രണ്ടുപേരല്ലോ, ഉനക്കാകെ എന്താ എത്ര പാട്. മതി. എന്നാലും ഉള്ളത് വെച്ച് രണ്ടുപേരെയാണെങ്കിൽ ഓണം പോലെ അടിച്ച് ഫ്ലാറി.